നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന, അപ്പം നമ്മൾ ചിന്തിച്ചതാണ് നീതീകരണവും വിശുദ്ധീകരണം എന്നാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചിന്തിച്ചതിന്റെ തുടർച്ചയാണ്. നീതീകരണവും ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അത് നമ്മൾ ഈ 2 Thessalonians 2:13 എടുക്കുമ്പോൾ ശരിക്ക് ഈ വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണില്ല എന്ന് എഴുതിയിരിക്കുന്നിടത്ത് സാങ്ക്ടിഫിക്കേഷൻ എന്നാണ്. കാരണം വിശുദ്ധി എന്ന് പറയുന്നതും സാങ്ക്ടിഫിക്കേഷനും ആക്ച്വലി സെയിം അല്ല, ഇത്തിരി വ്യത്യാസമുണ്ട്. ഈ 2 Thessalonians 2:13 വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരായ സഹോദരരെ, നിങ്ങളെ പ്രതി ദൈവത്തിന് നിരന്തരം സ്തോത്രം അർപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം ആത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ട് സത്യത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ ആദ്യം തന്നെ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. അത് ഇങ്ങനെ എഴുതിയേക്കുന്നത്, but we are bound to give thanks to God always for you, brethren, beloved by the Lord, because reason ഇതാണ്, God from the beginning chose you for salvation through sanctification by the Spirit and belief in the truth. അപ്പൊ ഇവിടെ സാങ്ക്ടിഫിക്കേഷനെയും രക്ഷയും കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്തേക്കുക. അതായത് സാങ്ക്ടിഫിക്കേഷൻ ബൈ ദി ഹോളി സ്പിരിറ്റ് ആൻഡ് ബിലീവിങ് ഇൻ ദി ട്രൂത്ത്. അതുകൊണ്ടാണ് ഹീബ്രൂസിൽ നമ്മൾ വായിക്കുന്നത്. അതറിയാൻ സ്ഥല ഇത് രണ്ടും എല്ലാവരും നമ്മളൊന്ന് ചിന്തിച്ചേ പറ്റൂ. കാരണം ഹീബ്രൂസിൽ എഴുതിയിരിക്കുന്ന 12:15 14 തുടങ്ങി വായിക്കുമ്പോൾ, pursue peace with all people and holiness. ഈ ഹോളിനെസ് എന്നുള്ളത് സാങ്ക്ടിഫിക്കേഷൻ എന്നാണ്. ഇതിനകത്ത് ഹോളിനെസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഏതോ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ സാങ്ക്ടിഫിക്കേഷൻ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് pursue peace with all people and holiness, without which no one will see the Lord. അപ്പൊ നമ്മളിതിനകത്ത് ഈ വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണില്ല എന്ന് വായിക്കുമ്പോൾ പക്ഷെ അത് നമ്മളിത് പഠിക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അത് ഭയം തോന്നേണ്ട ഒരു കാര്യമല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ള ഒരു കാര്യം തന്നെ. പക്ഷെ അതിന്റെ ആ ടെർമിനോളജിയിലുള്ള പ്രശ്നങ്ങളുള്ളൂ. ഹോളിനെസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കാരണം, നമ്മുടെ ഈ ട്രഡീഷനൊക്കെ അതിനൊരു റീസണാണ്. കാരണം സഭകളൊക്കെ ചിലരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചേക്കുമ്പോൾ നമുക്ക് തോന്നും വി ആർ നോട്ട് ഫിറ്റ്. കാര്യം ഫിലിപ്പ് ലേഖനം, എഫേസ്യയിലെ കൊളോസോസിലുള്ള വിശുദ്ധർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണില്ല എന്ന് പറഞ്ഞേക്കുന്നത് ഓൺലി ദി വർക്കിംഗ് ഔട്ട് ഓഫ് ദി സാൽവേഷനാണ്. അതായത് സാൽവേഷൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാ. ഈ യാക്കോബിന്റെ ലേഖനത്തില് പറഞ്ഞു, അബ്രാഹത്തിന്റെയും റാഹാബിന്റെയും കാര്യം പറഞ്ഞിട്ട് യാക്കോബ് പറഞ്ഞു, അബ്രാഹം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, പക്ഷെ ഇസ്ഹാക്കിന് ബലി കഴിച്ചപ്പോഴാണ് ഈ വിശ്വാസം രക്ഷ നൽകുന്ന വിശ്വാസമാണെന്ന് വെളിപ്പെട്ടത്. സെയിം വേ റാഹാബ് വിശ്വസിച്ചു, റാഹാബ് ചാരന്മാരെ ഒളിപ്പിച്ചപ്പോഴാണ് രക്ഷ നൽകുന്ന വിശ്വാസമാണെന്ന് വെളിപ്പെട്ടത്. അപ്പോൾ ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. വിശ്വാസം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നമ്മൾ രക്ഷിക്കില്ല. അപ്പൊ ഈ ഹീബ്രൂസ് 12:14 അത് ലൈറ്റായിട്ട് എടുക്കാനല്ല, പക്ഷെ നമുക്ക് അൺഅപ്രോച്ചബിൾ അല്ല, നമുക്ക് അപ്രോച്ചബിൾ ആണ്. കാരണം ഇത്രയുള്ള വാക്കിന്റെ അർത്ഥം ഇതാണ്, വിത്തൗട്ട് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടില്ല. എക്സാമ്പിൾ നമുക്കറിയാവുന്ന 2 എക്സാമ്പിൾ നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞ ആഴ്ച, അബ്രാഹത്തിന്റെയും റാഹാബിന്റെയും കേസ്. അപ്പൊ ഇതില് നമ്മുടെ സൈഡിൽ നിന്ന് 2 കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒന്ന് നീതീകരണവും വിശദീകരണം എന്നുള്ളതിനേക്കാൾ കറക്റ്റ് ട്രാൻസ്ലേഷൻ വേർപാടെന്നാണ് ആക്ച്വലി സെറ്റിംഗ് അപ്പാർട്ട്. അപ്പൊ ഈ വിശുദ്ധീകരണം എന്നുള്ളത് കാരണം അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വേർഡ് നമ്മളൊന്നും ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പൊ ഈ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളതിന് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പാർട്ട് അല്ലെങ്കിൽ വേർപെടുത്തില്ല. കാരണം വിശുദ്ധി എന്നുള്ള വേർഡ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അതാണ് അതിന്റെ മീനിങ് എന്ന് മനസ്സിലാക്കുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴാണ് ജോൺ 17 നമുക്ക് എല്ലാവർക്കും രക്ഷ പ്രാപിച്ച് കർത്താവിന്റെ അടുത്ത് ചെന്നേ പറ്റൂ. അതിനൊരു സെക്കൻഡ് തോട്ടുള്ള ടോപ്പിക് അല്ല. അപ്പൊ ജോൺ 17:17 ഞാൻ ലോകത്തിൻ്റെത് അല്ലാത്തതുപോലെ അവരും അവരും ലോകത്തിൻ്റെതല്ല, അവരെ സത്യത്തിൽ പവിത്രീകരിക്കണമേ.
നിന്റെ വചനമാണ് സത്യം. ലോകത്തിലേക്ക് നീ എന്നെ അയച്ചതുപോലെ ലോകത്തിലേക്ക് ഞാൻ അവരെയും അയച്ചിരിക്കുന്നു. അവരും സത്യത്തിൽ വിശുദ്ധീകൃതരാകാൻ അവർക്ക് വേണ്ടി ഞാൻ സ്വയം വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനത്തിലൂടെ എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതില് കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. രണ്ട്, ഇതില് കർത്താവ് തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വെച്ചേക്കുന്ന വിശുദ്ധിയല്ല. കാരണം കർത്താവിന് അബ്സല്യൂട്ട്ലി ഒന്നും പ്യൂരിഫൈ ചെയ്യാനില്ലായിരുന്നു, ശുദ്ധീകരിക്കാനില്ലായിരുന്നു, പാപത്തിൽ നിന്ന് മോചനം നേടാനില്ലായിരുന്നു, ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ആ മീനിങ് അല്ല ഇതിന്. അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ആ പേടിയാവും. എനിക്ക് പേടിയായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. കാരണം വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ പിന്നെ നമ്മൾ അതിന് ഫിറ്റ് അല്ല എന്ന് നമ്മൾ തോന്നിപ്പോകും. അറ്റ് ദി സെയിം ടൈം അപ്പൊ കർത്താവ് വിശുദ്ധീകരിച്ചു. ദാറ്റ് മീൻസ് കർത്താവ്, നമ്മൾ ചിന്തിച്ചു, നമ്മുടെ പെസഹ കുഞ്ഞാടായിരുന്നു. ഈ പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വന്നാല് വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ വേർപാടാ കുറച്ചുകൂടെ പറയും. നമ്മൾ ചിന്തിച്ചു പെസഹ കുഞ്ഞ് അതിനെ മാറ്റിക്കെട്ടി 14-ാം തീയതിയാണ് അതിന് ബലി അർപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം ഈ ആടിന്റെ 10-നും 14-നും ഇടയിലുള്ള 10th and 14th ഇടയിലുള്ള ജീവിതം നമ്മുടെ ആ മാറ്റിക്കെട്ടിയിരിക്കുന്ന ആടിനെ ആ വീട്ടിൽ വരുന്ന ഒരാൾ, ഒരു ബന്ധക്കാരനോ റിലേറ്റീവ് വന്നിട്ട് ചോദിച്ചാൽ ഈ ആടിനെ എന്താ മാറ്റിക്കെട്ടിയേക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് ചിന്തിച്ചതാ. ഇറ്റ് ഈസ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഇതിനെ 14-ാം തീയതി കൊല്ലാനുള്ളതാണ്. ഈ ആട്ടുംകൂട്ടത്തിൽ നിന്നാണ് പിടിക്കുന്നത്. അതാണ് ചർച്ച എന്ന് പറയുന്നത്. അസംബ്ലി ഓഫ് ദി കോൾഡ് ഔട്ട് പീപ്പിളാ. എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്നാണ് നമ്മളെ പിടിച്ചേക്കുന്നത്, നമ്മളെ വിളിച്ച് വേർതിരിച്ചേക്കുന്നത്. അപ്പൊ നമ്മള് ഈ ആടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ഒറ്റ പർപ്പസ് ഉള്ളൂ. വേറെ ഒരു പർപ്പസും ഇല്ല. പക്ഷെ ഇത് കൂട്ടത്തിൽ നിന്ന് ആടാം, നമ്മളും കൂട്ടത്തിൽ നിന്നതാണ്. പക്ഷെ ഇതിനെ വിളിച്ച് മാറ്റി, ഇതിനെ ഒറ്റ പർപ്പസിന് നിർത്തിയേക്കുന്നു. ഇനി ഇതിനെ സമ്പൂർണമായിട്ട് വധിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ മരിക്കാനുള്ളതാണ് ഇത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ സാങ്ക്ടിഫിക്കേഷൻ ഇത്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോ 14-ാം തീയതിക്ക് ഇടയിലുള്ള ആടിന്റെ ജീവിതമായിരിക്കണം. ഈ കുട്ടിയിൽ മാറി നിൽക്കുന്നതാണ്. പക്ഷെ ലിവിങ് ഫോർ ഓൺലി വൺ പർപ്പസ്. ആ പർപ്പസിന് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ വേർതിരിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് വേണ്ടി മാത്രമായിട്ട് വേർതിരിച്ചിരിക്കുന്നു, കൂട്ടത്തിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ആയിരിക്കണം. അതാ സാങ്ക്ടിഫിക്കേഷൻ. അപ്പൊ ഇതില് ഈ സങ്കീർത്തനം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്തേക്കുന്ന സങ്കീർത്തനം 4-3 വായിക്കുമ്പോ ഒന്ന് വായിക്കും. അറിഞ്ഞുകൊള്ളുക, കർത്താവ് ഭക്തരെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അതെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ എപ്പോഴും അതിന്റെ ആ ഒരു സെന്റൻസുകൾ ചിന്തിക്കത്തുള്ളൂ. നോക്കൂ, കർത്താവ് ഭക്തരെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെ വേർതിരിച്ചിരിക്കുന്നവർക്കുള്ളൊരു വാക്യത്തെ സെക്കൻഡ് പാർട്ട്, ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. കാരണം ഇത് കർത്താവിന് വേണ്ടി മാത്രമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹെബ്രായ അടിമയുടെ കാര്യം വായിക്കാറില്ല. എല്ലാം സെയിമാ, കണക്റ്റഡാ. അതായത് ഹീബ്രൂസിന്റെ അടിമത്ത് 6 വർഷം, 7-ാം വർഷം ഹി ക്യാൻ ഗോ ഫ്രീ. പക്ഷെ ഈ ഹെബ്രായ അടിമ എന്താ പറയുന്നത്? അപ്പോൾ റീസൺ അതിന് ഹൃദയസ്പർശിയായിട്ടുള്ള എൻ്റെ യജമാനോടുള്ള സ്നേഹം നിമിത്തം ഞാൻ യജമാനെ ഉപേക്ഷിച്ച് പോകത്തില്ല. എൻ്റെ യജമാനോടുള്ള സ്നേഹം നിമിത്തം നമുക്ക് ക്രിസ്ത്യ ജീവിതം കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് കർത്താവിനോടുള്ള സ്നേഹം. നമ്മൾ ചിന്തിച്ചതാ, വിലയേറിയ അമൂല്യമായിട്ടുള്ള ഒരു കല്ല്, അമൂല്യമായിട്ടുള്ള, അതിന് വില കൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വില നമ്മൾ കർത്താവിന് വില കൊടുത്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ലോകത്തിലൊരു എക്സാമ്പിൾ എടുത്താൽ മതി. നമ്മളിപ്പോൾ ചില ചീപ്പ് സാധനങ്ങൾ വാങ്ങിക്കും, $10 കൊടുത്തൊരു സാധനം വാങ്ങിക്കും. ചിലത് നമുക്ക് വളരെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ നേടാൻ പറ്റുന്ന സാധനം. അപ്പൊ നമ്മൾ എത്ര അതിനു വേണ്ടിയിട്ട് വാല്യൂ, അല്ലെങ്കിൽ എത്ര അധ്വാനിക്കുന്നുണ്ട്, എത്ര കഷ്ടപ്പെടുന്നുണ്ട്, അതാ സാധനത്തിന്റെ വാല്യൂ. അപ്പൊ നമ്മുടെ കർത്താവിന് നമ്മൾ പലരും പല വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര വാല്യൂ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ത്യജിക്കുന്നുണ്ട്, എന്തെല്ലാം സെറ്റപ്പ് ആർട്ട് ചെയ്യുന്നുണ്ട്, എത്ര കഷ്ടപ്പെടുന്നുണ്ട്, അത്രയും നമ്മൾ വാല്യൂ കൊടുത്തിട്ടുള്ളത് കർത്താവിന്. ഇത് നമ്മൾ സാധാരണ ജീവിതം ഒരു ചെറിയ ഡിസ്കംഫർട്ട് പോലും നമ്മൾ അതിനു വേണ്ടി ചെയ്യില്ല, ഒരു കഷ്ടം സഹിക്കില്ല, നമ്മുടെ നോർമൽ റുട്ടീനിൽ ഒരു മാറ്റവും വരുത്തില്ല. നമ്മൾ അത്ര വാല്യൂ കർത്താവിന് കൊടുത്തിട്ടുണ്ട്. കർത്താവ് ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഒരു കാളയോ കഴുതിയോ കിണറ്റിൽ വീണാല് സമയമില്ല എന്ന് പറയത്തില്ല. നോ, എല്ലാം മാറ്റി വെച്ചിട്ട് അതിന് പോകും. അപ്പൊ നമ്മുടെ ജീവിതത്തില്
അപ്പൊ ഈ ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം, നമ്മളെല്ലാ ലോകത്ത് ജീവിക്കുന്ന പോലെ, ആട്ടിൻകൂട്ടത്തിൽ ആട് നിന്ന പോലെ ജീവിക്കുന്ന പോലെ, എത്രത്തോളം നമ്മളെ ഇങ്ങനെ കർത്താവിന്റെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, അത് സാങ്ക്ടിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ ഒരു സാങ്ക്ടിഫിക്കേഷൻ ഇല്ല. അത് മാത്രമേ ഉള്ളൂ ഹീബ്രൂസിൽ പറഞ്ഞിരിക്കുന്നത്. വിത്തൗട്ട് സാങ്ക്ടിഫിക്കേഷൻ നമുക്ക് കർത്താവിനെ കാണാൻ പറ്റത്തില്ല. കാരണം അത് യാക്കോബിന്റെ 2-ാം അധ്യായത്തിൽ പഠിക്കുന്ന കാര്യം തന്നെ ഉള്ളൂ. അതായത് അബ്രാഹാം വിശ്വാസം നീതീകരിക്കപ്പെട്ടു, പക്ഷെ ഇസ്ഹാക്കിനെ ബലി അർപ്പിച്ചു. റാഹാബ് വിശ്വാസം നീതീകരിക്കപ്പെട്ടു, പക്ഷെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് കള്ളന്മാരെ ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സാങ്ക്ടിഫിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഒരു മാറ്റം ഇല്ലെങ്കിൽ പ്രശ്നം. ഇത്തിരി മാറ്റം ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. എത്രത്തോളം സാങ്ക്ടിഫൈഡ് ആകുന്നു അത്രത്തോളം. പക്ഷെ ഒരു സാങ്ക്ടിഫിക്കേഷനും ഇല്ലെങ്കിൽ കർത്താവിനെ കാണാൻ പറ്റില്ല. ഇപ്പൊ കുരിശ കിടന്ന കള്ളന്റെ എക്സാമ്പിൾ ആണ്. കുരിശ കിടന്ന കള്ളന്റെ സാങ്ക്ടിഫിക്കേഷൻ വെളിപ്പെട്ടിട്ടില്ല, പക്ഷെ സാങ്ക്ടിഫൈഡ് ആയിരുന്നു. അതുകൊണ്ട് കർത്താവ് സർട്ടിഫൈ ചെയ്ത്. ഇപ്പൊ അബ്രാഹാം ഊരിൽ നിന്ന് പോന്നപ്പോ സാങ്ക്ടിഫൈഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഈവൻ ജസ്റ്റിഫൈഡ് ആയിട്ടില്ല. കാരണം അതിനു മുമ്പിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട കാര്യം രണ്ടിന്റെയും മുഖാന്തരം ഒന്ന് തന്നെയാണ്. ജസ്റ്റിഫിക്കേഷന്റെയും സാങ്ക്ടിഫിക്കേഷന്റെയും ദൈവം വെച്ചേക്കുന്ന മീൻസ് ഒന്ന് തന്നെയാണ്. ഈ സങ്കീർത്തനം 19-ാം അധ്യായത്തില് അതിന്റെ 7-ാം സെന്റൻസില് അത് ജസ്റ്റ് നീതീകരണത്തെ കുറിച്ചാണ്. കർത്താവിന്റെ നിയമം തികവുറ്റത്, അത് ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാല്, ഇംഗ്ലീഷ് വായിക്കും 13:7. അതെ, കൺവേർഷൻ ആണ് ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ഈ ജസ്റ്റിഫിക്കേഷൻ നടക്കുന്ന എങ്ങനെ? നമ്മളെല്ലാവരും അറിഞ്ഞേ പറ്റൂ, കറക്റ്റായിട്ട് അറിഞ്ഞേ പറ്റൂ. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. അതായത് ലോ ഓഫ് ദി ലോർഡ്. നോക്ക്, ഈ പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവിന്റെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് കർത്താവ് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വിശുദ്ധരെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ വായിക്കുന്ന ഞാൻ സാങ്ക്ടിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പെസഹ കുഞ്ഞാടൊക്കെ കർത്താവിന്റെ മുമ്പിലുള്ള പിക്ചർ. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത്. കാരണം കർത്താവ് ആദ്യം ആശാരിപ്പണിക്കനായിരുന്നു, വീട്ടുകാര്യങ്ങളിൽ മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പനും അമ്മയും നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പനും അമ്മയും പറയുന്ന അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ ജീവിച്ച് വന്ന് 30-ാമത്തെ വയസ്സിൽ അതിൽ നിന്ന് മാറി ടോട്ടലി സെറ്റപ്പാർട്ടായി വന്ന അവസാനം പെസഹ കുഞ്ഞാടായിട്ട് ബലിയർപ്പിക്കപ്പെട്ടു. അപ്പൊ ഇതില് ഈ ജസ്റ്റിഫിക്കേഷന്റെ മീൻസും സാങ്ക്ടിഫിക്കേഷന്റെ മീൻസും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഒന്ന് തന്നെയാണ്. എന്താ മീൻസ്? എന്താ? നോ, ദി വേർഡ് ഓഫ് ഗോഡ്. 19:7 വായിച്ചു, ദി വേർഡ് ഓഫ് ദി ലോർഡ് ഈസ് കൺവേർട്ടിങ് ദി സോൾസ്. ഫസ്റ്റ് പീറ്റർ എടുക്കുമ്പോൾ അതിന്റെ 23 തുടങ്ങി വായിക്കുമ്പോൾ ഈ സെയിം കാര്യം തന്നെ. ഈ പഴയ നിയമമാണ് ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ബേസ്. ഫസ്റ്റ് പീറ്റർ 1:23 തുടങ്ങി വായിക്കുമ്പോൾ നിങ്ങൾ നശ്വരമായ ബീജത്തിൽ നിന്നല്ല, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം വഴി അനശ്വരമായതിൽ നിന്നാണ് പുതുജനനം നേടിയത്. അതെ, ആ പുതുജനനം നേടിയേക്കുന്നത് ദി വേർഡ് ഓഫ് ദി ലോർഡ് കൺവേർട്ടിങ് ദി സോൾസ്. ആ സെയിം കാര്യം തന്നെ എഴുതിയിരിക്കുന്നത്. വേർഡ് ഓഫ് ദി ലോർഡ്, പത്രോസ് പറയുകയാണ്, ഈ വേർഡ് ഓഫ് ദി ലോർഡ് ആണ് കൺവേർട്ട് ചെയ്തേക്കുന്നത്. മലയാളത്തിൽ വായിച്ചു പുനരുജ്ജീവിപ്പിക്കുന്നു. ഈ തീത്തോസിന്റെ ലൈൻ എടുക്കുമ്പോൾ 3:5 ഇത് തിയറിയാണ്, പക്ഷെ നമ്മൾ തിയറി അറിഞ്ഞു പറ്റും. തിയറി അറിയാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ നീതിയുടെ പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് അവന്റെ കാരുണ്യ നിമിത്തം പുനരുജ്ജീവനത്തിന്റെ സ്നാനത്താലും പരിശുദ്ധാത്മാവിനുള്ള നവീകരണത്താലുമാണ്. അതെ, അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടേക്കുന്നത് എങ്ങനെയാ? പുനരുജ്ജീവനത്തിന്റെ സ്നാനം. ദി വേർഡ് ഓഫ് ദി ലോർഡ് ഈസ് കൺവേർട്ടിങ് ദി സോൾ. മലയാളത്തിൽ വായിച്ചു, ദൈവത്തിന്റെ വചനം പുനരുജ്ജീവിപ്പിക്കുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം വഴി മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ നീതീകരിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. തീത്തോസിന് എഴുതി, നമ്മൾ പുനരുജ്ജീവനത്തിന്റെ സ്നാനത്താലും പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താലും നമ്മൾ ജസ്റ്റിഫൈഡ് ആയി. ദെൻ ഈ സാങ്ക്ടിഫിക്കേഷൻ, ജസ്റ്റിഫൈഡ് ആയ ഒരാള് മരിച്ച സ്വർഗത്തിൽ പോകും. കുരിശിൽ കിടന്ന ആള്, കള്ളൻ, മരിച്ച സ്വർഗത്തിൽ പോയി, സംശയമില്ലാത്ത കാര്യമാണ്. ഇനി ഈ സാങ്ക്ടിഫിക്കേഷൻ ഇവിടെ നമ്മൾ 50 പേരുണ്ട്, 50 പേരും 50 ലെവലിലാണ് സാങ്ക്ടിഫൈഡ് ആയിരിക്കുന്നത്. കാരണം ജസ്റ്റിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ട ഒരാളെ കണ്ടാല് അവൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല. നോ, അറിയാൻ പറ്റില്ല. ഈ സാങ്ക്ടിഫിക്കേഷൻ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്
നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഒരു ശിശു ആയിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വ്യത്യസ്തനല്ല. ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ആളുടെ നമ്മൾ ചിന്തിച്ച പോലെ തന്നെയൊക്കെ ഉള്ളൂ. എല്ലാ ചീത്ത സ്വഭാവങ്ങളും ദി ഫസ്റ്റ് ഡേ ഓഫ് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ കൺവേർഷനില് ഒരു വ്യത്യാസവും വെളിപ്പെടില്ല. എന്നാൽ വ്യത്യാസത്തിനുള്ള ശക്തി അകത്തുണ്ട്, പൊട്ടൻസി ഉണ്ട്. ഈ പൊട്ടൻസി നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ക്രിസ്ത്യ ജീവിതം പ്രകടമായിരിക്കും. നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ എല്ലാ സൽസ്വഭാവങ്ങളും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് അതിനകത്തൊരു ഹ്യൂമൻ എലമെന്റ് ഉണ്ട്. അത് കംപ്ലീറ്റ്, അതായത് ഈ മനുഷ്യന്റെ ദാഹത്തിനനുസരിച്ച് ദൈവം നമ്മൾ സാങ്ക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ദാഹത്തിനനുസരിച്ച് ദൈവം നമ്മുടെ ദാഹത്തെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഫിലിപ്പിയ ലേഖനം എടുക്കുമ്പോൾ അത് ശരിക്കും ചിന്തിക്കേണ്ട കാര്യം, അല്ലാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. 2:13 ഫിലിപ്പിയ ലേഖനം 2 ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ 12 തുടങ്ങി വായിച്ചു. അതിനകത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്രയും നാൾ അനുസരണ കാട്ടിയ നിങ്ങൾ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ എന്റെ അസാന്നിധ്യത്തിൽ പൂർവാധികം പരിഭ്രമങ്ങളോട് കൂടി നിങ്ങളുടെ നിത്യരക്ഷയ്ക്കായി പ്രയത്നിക്കുക. ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾ ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും വേണ്ടി ദൈവം തന്നെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും നമ്മൾ അറിഞ്ഞേ പറ്റും. 12 പറയാണ്, therefore my beloved, as you have always obeyed, not as in my presence only, but now much more in my absence, work out your own salvation with fear and trembling. ഇത് നമുക്ക് ഓരോരുത്തരോടുള്ള കൽപ്പനയാണ്. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. അതായത് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ളവരോട് പറയുന്നത് വർക്ക്ഔട്ട് ആയാൽ ഇനി ജീവിതത്തിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ ഈ വഴിക്കണക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ സാഹചര്യം, ഈച്ച് സിറ്റുവേഷൻ ഈസ് എ ടെസ്റ്റ്. നമുക്ക് ടെംപ്റ്റിങ് സിറ്റുവേഷൻസ് വരിക. അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടത് വർക്ക്ഔട്ട് ചെയ്തേ പറ്റൂ. ദൈവവചനത്തിനനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ആ ടെസ്റ്റിൽ അങ്ങ് പരാജയപ്പെടും. അതുകൊണ്ട് രക്ഷയെന്ന് പോയി എന്നല്ല, പരാജയപ്പെട്ടു. ദൈവം വീണ്ടും ചാൻസ് തരും. അതിൽ നമ്മൾ ആ ഏരിയയിൽ ജയിച്ചു കഴിയുമ്പോൾ അതിനൊക്കെ ഹയർ ടെംപ്റ്റേഷൻ വരും. ആദ്യം ഫെയിൽ ആകുമായിരിക്കും ചെയ്യുന്നത്, ഓക്കെ. പക്ഷെ തീക്ഷ്ണതയോടെ അതിനെ കീഴടക്കിയാൽ പെട്ടെന്ന്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് ചിലർ 3 മാസം ആകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വളർച്ച ചിലർക്ക് 30 വർഷമായാലും ഉണ്ടാകത്തില്ല. ഇത് നമ്മുടെ സൈഡിൽ നിന്നാണ് വർക്കിംഗ് ഔട്ട് യുവർ സാൽവേഷൻ. അപ്പൊ ഇതില് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിങ്. ജോസഫിന് ടെംപ്റ്റേഷൻ വന്നപ്പോൾ ജോസഫ് അവിടെ നിന്ന് ഓടിപ്പോയി. തിമോത്തിയോസിനോട് പറഞ്ഞു യൗവന മോഹങ്ങളെ വിട്ട് ഓടുക. അല്ലെങ്കിൽ ഫസ്റ്റ് തിമോത്തി പറഞ്ഞു വേറെ ഒരു കാര്യം കൂടെ ഓടാൻ പറഞ്ഞു. അതാ യൗവന മോഹങ്ങളെ വിട്ട് ഓടാൻ പറഞ്ഞു തിമോത്തിയോസിനോട്. പിന്നെ ഒരു ഓട്ടം ഇല്ലേ, തിമോത്തിയോസിനോട് തന്നെ പറഞ്ഞു ഒരു ഓട്ടം കൂടെ ഉണ്ട്. ഫസ്റ്റ് തിമോത്തി 6 ഓടാനില്ല, വിട്ട് ഓടുക എന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് തിമോത്തി 6 അവിടെ ഓടുക എന്നില്ലാത്തോണ്ടായിരിക്കും. അപ്പം അതായത് പറഞ്ഞേക്കുന്ന, അപ്പൊ നമ്മുടെ ഈ സാങ്ക്ടിഫിക്കേഷനില് അത് നമ്മുടെ റോളുണ്ട്. ഇപ്പൊ നമുക്ക് ശരി ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അല്ല യൗവന മോഹങ്ങളെ വിട്ടോടുന്ന കാര്യം, അല്ലെങ്കിൽ കലഹിക്കുന്ന കാര്യം, കോപിക്കുന്ന കാര്യം, ഇതിനകത്ത് നമ്മൾ എത്രത്തോളം തേഴ്സ്റ്റോട് കൂടി അതിനെ കീഴടക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു, അത്രത്തോളായിരിക്കും നമ്മൾ സാൽവേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിങ്. അത് നമ്മളോട് പറഞ്ഞേക്കും. അറ്റ് ദി സെയിം ടൈം ദൈവം ചെയ്യുന്ന കാര്യം പറഞ്ഞേക്കും 13ാം സെന്റൻസിൽ, ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. അപ്പൊ നമ്മില് ഈ സാങ്ക്ടിഫിക്കേഷന് നമ്മൾ തോന്നിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ദൈവം തന്നെയാണ്. അപ്പൊ നമുക്ക് ശരി അത് ചെയ്യണ്ടെന്ന് പലപ്പോഴും തോന്നാറില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവരാ, ജസ്റ്റിഫൈഡ് ആയിട്ടുള്ളവർ. അത് വേണ്ടാന്ന് തോന്നി. അത് വേണ്ടാന്ന് തോന്നുമ്പോൾ വേണ്ടാന്ന് തോന്നിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഇറ്റ് ഈസ് ഗോഡ് ഹു വിൽസ്. നമ്മൾ തോന്നിപ്പിക്കുന്നത് ദൈവമാണ്. ഈ തോന്നിപ്പിച്ച് കഴിയുമ്പോൾ ബോൾ നമ്മുടെ കോർട്ടിലേക്ക് വന്നു. നമ്മൾ വലിയ തീഷ്ണതയോടെ ആഗ്രഹിക്കുക വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. അതായത് ഈ വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് നമ്മുടെ വില്ലിന്ന് നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോൾ, നമ്മുടെ വില്ലുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വില്ലിൽ നമ്മൾ വേണ്ടാന്ന് തീഷ്ണതയോടെ തീരുമാനിച്ചു കഴിയുമ്പോൾ ഈ വേഴ്സ് 13 സെക്കൻഡ് പാർട്ട് വരും. ഏതാ? ദൈവം പ്രവർത്തിക്കും. നമ്മുടെ നോക്കുക. അപ്പൊ അതുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ജഡ്ജ്മെന്റില് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലത്തിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? അല്ല, രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തിയായിട്ട് ഒരു ബന്ധമില്ല. ജസ്റ്റിഫൈഡ് ആകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നോ, മനുഷ്യന് ഇമ്പോസിബിളാണ്.
അറ്റ് ദി സെയിം ടൈം അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ ആദ്യം ചിന്തിച്ചു ബൈ ദി സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദി സ്പിരിറ്റ് ആൻഡ് ഒബീഡിയൻസ് ടു ദി ട്രൂത്തിൽ നമ്മൾ ജസ്റ്റിഫൈഡ് ആകുന്നു. ഇനി നമ്മൾ ആഗ്രഹത്തോടെ എത്രത്തോളം തീഷ്ണതയോടുകൂടി നമ്മൾ സാൽവേഷനെ വർക്ക്ഔട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ദി ഗോഡ് വിൽ ലെറ്റ് ഹിസ് വിൽ ടു കം ഇൻസൈഡ് അവർ വില്ല്. അത് എഴുതിയ 13ാം സെന്റൻസിൽ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു. ദൈവം രണ്ടും ചെയ്യുന്നത്. വില്ല് ചെയ്യിക്കുന്നത് ദൈവം. നമ്മൾ വായിക്കുന്നുണ്ട് എന്താ പറയുന്നത്, തീത്തോസിന്റെ ഹൃദയത്തിൽ ഇത് ദൈവം തോന്നിച്ചു കഴിഞ്ഞപ്പോ അവിടെ അങ്ങനെ ഇരുന്ന എന്തെങ്കിലും നടക്കുമോ? അതായത് ദരിദ്രർക്ക് വേണ്ടി പണപ്പിരിവ് നടത്താൻ തീത്തോസിന്റെ ഹൃദയത്തിൽ തോന്നിച്ചു. അവർ ഇമ്മീഡിയറ്റ്ലി അവര് എല്ലായിടത്തും സഞ്ചരിച്ച് പണപ്പിരിവ് നടത്തി. അപ്പൊ ദൈവം അതിനെ സഹായിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തില് ദൈവം വില്ല് ചെയ്യിക്കുന്നത്. ആ വില്ല് വന്നു കഴിയുമ്പോൾ എനിക്ക് എന്റെ കർത്താവിനെ അനുസരിക്കണമെന്ന് തീക്ഷ്ണമായിട്ട് തോന്നുന്നവരെ അത് ചെയ്യാൻ ദൈവം സഹായിക്കും. യൂദായുടെ ലേഖനം എടുക്കുമ്പോൾ ഈ സെയിം കാര്യം. അപ്പൊ ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ പല അളവിലാണെങ്കിൽ നമ്മൾ അവസാനത്തെ ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ അതിന്റെ വ്യത്യാസം വെളിപ്പെടും. എത്രത്തോളം സാങ്ക്ടിഫൈഡ് ആയി എന്നുള്ളത് ഓരോരുത്തരുടെ ശരീരത്തിലായപ്പോൾ ചെയ്തതിനനുസരിച്ച് നമ്മളെല്ലാവരും കൂടി കർത്താവിന്റെ മുമ്പിൽ ജഡ്ജ്മെന്റ് സീറ്റിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അപ്പൊ നമ്മളറിയാം എത്രത്തോളം ഒക്കെ സാങ്ക്ടിഫിക്കേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളത്. കാരണം നമ്മൾ അറിയാത്ത മനുഷ്യരെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ നമ്മളെല്ലാവരും കണ്ടുമുട്ടും. അപ്പൊ എത്രത്തോളം സാങ്ക്ടിഫൈഡ് ആയി എന്ന് അറിയാൻ പറ്റും. യൂദായുടെ ലേഖനത്തില് നമ്മൾ വായിക്കാറുണ്ട് ഏറ്റവും അവസാനത്തെ പാർട്ട് 24. നിങ്ങളെ വീഴാതെ സൂക്ഷിക്കാനും തന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ കളങ്കലേശം എന്നീ ആഹ്ലാദപൂർവ്വം നിർത്താനും കഴിയുന്ന നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി മഹത്വവും പ്രതാപവും ആധിപത്യവും അധികാരവും സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അപ്പൊ ഇവിടെ ഒന്നാലോചിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് വീഴാതെ ജീവിക്കാൻ ശേഷിയില്ല. നിങ്ങളെ വീഴാതെ സൂക്ഷിക്കാനും തന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ കളങ്കലേശം എന്നീ ആഹ്ലാദപൂർവ്വം നിർത്താനും കഴിയുന്ന നമ്മുടെ രക്ഷകനായ. അപ്പൊ നമുക്ക് വീഴാതെ നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പറ്റുമോ? നമ്മളെ വീഴാതെ നിർത്തുന്നവൻ ദൈവം. അപ്പൊ എന്നിട്ട് എന്തുകൊണ്ടാണ് കുറച്ചുപേര് വീഴുന്നു, കുറച്ചുപേര് വീഴുന്നില്ല? വീഴ്ചയിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലെയാണോ? നോ. എന്തുകൊണ്ട് അപ്പൊ പിന്നെ വ്യത്യാസം വരുന്നെങ്കിൽ? കാരണം വീഴാതെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. അപ്പൊ എല്ലാവരും വീഴാതിരിക്കുമല്ലേ ഉണ്ട്. ബട്ട് മെനി ടൈംസ് വി ആർ ഓൾ ഫോളിങ്. വൈ? അത് അതിന്റെ ആൻസർ 21ാം സെന്റൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക, നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ഈ 21ാം സെന്റൻസിൽ പറയുന്നത്, അതിന്റെ 20ലും പറയുന്നു, എന്നാൽ പ്രിയപ്പെട്ടവരെ പരമപരിശുദ്ധമായ നിങ്ങളുടെ വിശ്വാസത്തിൽ സ്വയം പടുത്തുയർത്തുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക. ഇത് ഹ്യൂമൻ സൈഡാ. അതായത് വിശ്വാസത്തിൽ സ്വയം പടുത്തുയർത്തുക. വിശ്വാസത്തിൽ പടുത്തുയർത്താനായിട്ട് നമ്മൾ കർത്താവിന്റെ കാര്യങ്ങളിൽ ഇൻഡൽജ് ആകുന്നു. കർത്താവിന്റെ പ്രവർത്തനം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ കാര്യത്തിൽ തീഷ്ണതയോടെ വ്യാപരിക്കുന്നു. കർത്താവിന് വേണ്ടി സമയം സെറ്റപ്പാട്ട് ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുന്നു. മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നു. ഇങ്ങനെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക. തന്നെ നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാരുണ്യം. അതായത് നമ്മളെ കൊണ്ടൊന്നും ശേഷിയില്ല, കർത്താവിന്റെ കരുണ മാത്രം. ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ്, ദൈവകൃപയാലെ സാധിക്കും. ഇത്രയൊക്കെ കാര്യം ചെയ്തു കഴിയുമ്പോൾ 24ാം സെന്റൻസ് ദൈവം ചെയ്യും, വീഴാതെ കർത്താവ് കാത്തു സൂക്ഷിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ സാങ്ക്ടിഫിക്കേഷനുമായിട്ടുള്ള ബന്ധത്തിൽ അറിയേണ്ട ഒരു കാര്യം, വി ആർ ജസ്റ്റിഫൈഡ് ബൈ ദി വേർഡ്. സാങ്ക്ടിഫൈഡ് ജോൺ 17:17 വായിക്കുമ്പോൾ നോക്കിക്കോ. ജോൺ 17:17 അവരെ സത്യത്തിൽ പവിത്രീകരിക്കണമേ, നിന്റെ വചനമാണ് സത്യം. അതെ. അപ്പൊ ഈ സാങ്ക്ടിഫിക്കേഷനും, അപ്പൊ നമ്മൾ കണ്ടു ജസ്റ്റിഫിക്കേഷൻ ബൈ ദി വേർഡ് ആണ്. പത്രോസ് എഴുതി 1:23. യാക്കോബ് എഴുതി. യാക്കോബിന്റെ കൂടെ ഒന്ന് വായിച്ച നല്ല 1:18 തന്റെ സൃഷ്ടികളിലെ ഒരുതരം കടിഞ്ഞൂൽ ഫലങ്ങളായി തീരത്തക്ക വിധം അവൻ തന്റെ തിരുമനസാൽ സത്യത്തിന്റെ വചനം വഴി നമ്മെ ജനിപ്പിച്ചു. അതെ, സത്യത്തിന്റെ വചനം വഴി ജനനം മുഴുവൻ സത്യത്തിന്റെ. വീണ്ടും ജനിക്കുന്നത് പഴയത് മരിച്ചിട്ട് ഈ വചനത്തിന് സബ്മിറ്റഡ് ആയിട്ടുള്ള ലൈഫിനുള്ള തീരുമാനമാണ്. സത്യത്തിന്റെ വചനം വഴി വീണ്ടും ജനിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ജോൺ 17:17 കണ്ടു, നിന്റെ വചനത്താൽ പവിത്രീകരിക്കണമേ. അത് തന്നെ എഴുതിയിരിക്കുന്ന എഫേഷ്യൻസ് 5:26 തുടങ്ങി വായിക്കുമ്പോൾ അവിടെ ആ സെയിം കാര്യം. ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ്, ടിൽ ഡെത്ത്, മരണം വരെ.
ഈ സഭയെന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം തന്നെ ഇപ്പൊ എന്റെ മനസ്സിലാദ്യം വരുന്നത് ഒരു കത്തോലിക്ക പള്ളിയുടെ പടം മനസ്സിൽ വരും, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകസ്നേഹം എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോബ് മനസ്സിൽ വരും, അല്ലെ? എന്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് ലോകത്തിൽ നിന്ന് വേർപെടണം, അല്ലെ ലോകത്തോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോബ്, കറങ്ങുന്ന ഗ്ലോബ് മനസ്സിൽ വരും. സഭയെ വെള്ളം കൊണ്ട് കഴിയുമെന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന കത്തോലിക്ക പള്ളിയിലെ ഈ മുഖവാരം മനസ്സിലേക്ക് വരും. പക്ഷെ ഇവിടെ സഭയെന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാ? ഇൻഡിവിജ്വലിനെ. സഭയെ വെള്ളം കൊണ്ടും വചനം കൊണ്ടും കഴുകി പവിത്രീകരിച്ച് കറയോ ചുളിവോ ന്യൂനതയോ ഇല്ലാതെ പരിശുദ്ധവും കുറ്റമറ്റതുമാക്കി മൗദ്ധീകരിച്ച് തനിക്ക് തന്നെ സമർപ്പിക്കേണ്ടതിനാണ് ക്രിസ്തു അതിനെ സ്വയം സമർപ്പിച്ചത്. അതെ. അപ്പൊ സഭയെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാ, എന്നെ അല്ലെങ്കിൽ ജുവലിനെ ഓരോരുത്തരെയും സഭയെ കർത്താവ് കഴുകുന്നത്. അത് സാങ്ക്ടിഫിക്കേഷൻ. ആ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചിട്ടുണ്ടല്ല, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു. He might sanctify. അപ്പൊ ഈ സാങ്ക്ടിഫൈ കർത്താവ് സാങ്ക്ടിഫൈ ചെയ്യുന്നത്, he might sanctify by the word, വചനം കൊണ്ടുള്ള ജലസ്നാനത്താൽ, അല്ലെ വചനം കൊണ്ട് കഴുകി. ഈ വചനം കൊണ്ട് കഴുകുക എന്ന് പറഞ്ഞാല് സിംബോളിക് ആണ്, അല്ല വചനം വെള്ളമൊഴിച്ചും കഴുകുക എന്നുള്ള അർത്ഥത്തില്ല. വചനം കൊണ്ട് കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വചനം കേട്ടു, അതായത് കർത്താവ് വിശുദ്ധരെ തനിക്കായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഞാൻ എൻ്റെതല്ല, നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാ. ഇനി എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളോ എൻ്റെ അജണ്ടയോ കാത്തു സൂക്ഷിക്കാൻ ഒരവകാശമില്ല. ആ ആടിനെ പിടിച്ചു കെട്ടിയിട്ടേക്കുന്ന പോലെ ഇനി അതിന്റെ സെറ്റപ്പാട്ട് ചെയ്ത് വെച്ചേക്കും. ഇനി അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീഡം ഇല്ല. അതിന് ആ യജമാനൻ അതിന് 4 ദിവസത്തേക്ക് വളർത്തിയേക്കുന്ന പോലെ നമ്മുടെ നിർത്തിയേക്കും. അപ്പൊ സഭയെ വചനം കൊണ്ട് കഴുകി. അപ്പൊ ഇത് യജമാനു വേണ്ടി മാത്രം ഉള്ളവനാണ് ഞാൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഒരു കാര്യം ഇനി വേണ്ട, ഇനി കർത്താവിന്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ മതിയെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ആ വചനം കൊണ്ട് ആ ഭാഗം കഴുകി, വചനം കൊണ്ട് കഴുകി. ഇനി എൻ്റെ നോ പേഴ്സണൽ അംബിഷൻ. അപ്പൊ വചനം കൊണ്ട് കഴുകി. അപ്പൊ വചനം കൊണ്ട് കഴുകി എന്താ ചെയ്യുന്നത്? സാങ്ക്ടിഫൈഡ് ആക്കിക്കൊണ്ടിരിക്കുക. ദിവസം പ്രതി കർത്താവ് പറഞ്ഞു ഞാൻ എന്നെ തന്നെ സാങ്ക്ടിഫൈ ചെയ്തു. എന്തിനു വേണ്ടി? അമ്മ സഭയെ സാങ്ക്ടിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മളിങ്ങനെ സാങ്ക്ടിഫൈഡ് ആകും തോറും കർത്താവിന്റെ ആ ക്യാരക്ടറിനോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പൊ വചനത്തോടു കൂടിയ ജലസ്നാനം, വചനം കൊണ്ട് കഴുകി എന്തൊക്കെയാ മാറ്റുന്നത്? അതൊന്നോട് ജോലിന്ന് വായിച്ചു. വെള്ളം കൊണ്ടും വചനം കൊണ്ടും കഴുകി പവിത്രീകരിച്ച് കറയോ ചുളിവോ ന്യൂനതയോ ഇല്ലാതെ പരിശുദ്ധവും കുറ്റമറ്റതുമാക്കി മൗദ്ധീകരിച്ച് തനിക്ക് തന്നെ സമർപ്പിക്കേണ്ടതിനാണ്. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ ഇത് വിവാഹത്തെ കുറിച്ച്, കർത്താവിന്റെ കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് വേണ്ടി മണവാട്ടി ഒരുക്കുന്ന കാര്യമാണ്. എപ്പോഴും ഇല്ലേ മാച്ചിങ് ആയിട്ടുള്ളവരായിരിക്കും. എല്ലാവരും കാരണന്മാരൊക്കെ അന്വേഷിക്കുന്നത് അങ്ങനെയായിരിക്കും. അവർ തമ്മിൽ ചെയ്തില്ല, അല്ലെങ്കിൽ പല പറയുമോ ചെറുക്കന് ഭയങ്കര പോക്ക, പെണ്ണിന് പൊക്കം കുറവാണ്, അല്ലെങ്കിൽ പല പല മിസ്മാച്ചുകളും മനുഷ്യൻ സൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഈ നമ്മുടെ മണവാളിനോട് മാച്ചാണെങ്കിൽ വേറെ ഒരു ഫിസിക്കൽ അപ്പിയറൻസും അല്ല മാച്ചിങ്. ഇവിടെ കറ, വാട്ടം, ചുളുക്കം, മാലിന്യം, ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്യണമെന്ന് മാറ്റി കഴുകി വിശുദ്ധീകരിച്ച്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ചെയ്യുന്നത്? തനിക്ക് വേണ്ടി തന്നെയാണ്, നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി. ക്രിസ്തു യേശു എന്നെ അവന്റെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഈ സാങ്ക്ടിഫിക്കേഷനും ഇത് കർത്താവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എവരിത്തിങ് ഈസ് ത്രൂ ദി വേർഡ്. അത് തന്നെയാണ് ഫിലിപ്പിൽ അല്ല കൊളോസ് ലേഖനം 3 നമ്മൾ വായിച്ച ഫിലിപ്പിൽ 2 സെയിം തന്നെ. ഫിലിപ്പിൽ ലേഖനം എടുത്തു, അത് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഈ ദൈവം തന്നെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ടു വിൽ ആൻഡ് ടു ഡു. വില്ല് ചെയ്യിക്കുന്നതും ദൈവമാണ്, എങ്ങനെയൊക്കെ പോകണമെന്ന് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത കൊണ്ടുവരുന്നതും ദൈവമാണ്, ചെയ്യിക്കുന്നതും ദൈവമാണ്. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് എന്ത് വേണം? വലിയൊരു തേഴ്സ്റ്റ് വേണം. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ വർക്ക്ഔട്ട് ചെയ്യാനുള്ള വലിയൊരു തേഴ്സ്റ്റ് വേണം. അപ്പൊ ഫിലിപ്പിയ ലേഖനത്തിന്റെ 2 തുടർന്ന് വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ച 2:13 വായിച്ചു. തുടർന്ന് അടിയിലേക്ക് വായിക്കുമ്പോൾ 16-ാം സെന്റൻസില് ജീവന്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പൊ സാങ്ക്ടിഫൈ, ഇത് പറഞ്ഞേക്കുന്നത് സാങ്ക്ടിഫിക്കേഷനാ. സാങ്ക്ടിഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ജീവന്റെ വചനത്തെ മുറുകെ. ആ വചനത്തെ കുറിച്ചുള്ള ക്വാളിറ്റി ആണ് ജീവന്റെ വചനം എന്ന് എഴുതിയേക്കുന്നത്. ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. എന്നിട്ട് എഴുതിയേക്കുന്നത് അങ്ങനെ എന്റെ ഓട്ടവും പ്രയത്നങ്ങളും വ്യർത്ഥമായില്ല എന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ അഭിമാനിക്കാൻ എനിക്ക് ഇടവരട്ടെ. അതെ, അവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ അവിടെ എഴുതിയേക്കുന്നതാണ്, വായിച്ചു നോക്കി. ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക, അങ്ങനെ എന്റെ ഓട്ടവും പ്രയത്നങ്ങളും വ്യർത്ഥമായില്ല എന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ അഭിമാനിക്കാൻ എനിക്ക് ഇടവരട്ടെ. ഇത് തന്നെയാണ് നമ്മൾ ഹീബ്രൂസിൽ വായിച്ച
അപ്പൊ ഈ ജീവന്റെ വചനത്തിൽ ഇവിടെ പറഞ്ഞേക്കുന്ന ജീവന്റെ ഇവിടെ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്, സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ്, അല്ലേ? വർക്ക്ഔട്ട് യുവർ സാൽവേഷനെ കുറിച്ച് എഴുതിയേക്കുന്നത്. അപ്പൊ അത് തന്നെ ഹീബ്രൂസിൽ വായിച്ചത്, സാൽവേഷൻ വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ദൈവത്തെ കാണില്ല. അതവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചില്ല എങ്കിൽ പൗലോസിന്റെ ദുഃഖം എന്തായിരുന്നു? അല്ല, അഭിമാനമൊന്നും അല്ല, എന്റെ പ്രയത്നമല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തില് തിരുവെഴുത്തുകളെ മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. കാരണം ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. നമ്മൾ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ രക്ഷിച്ചേക്കുന്നത്. ഈ തെസലോണിക്ക് ലേഖനത്തിൽ എഴുതിയേക്കുന്ന പോലെ 5:8 എഴുതിയേക്കുന്നത് നമ്മൾ ദൈവകോപത്തിന് പാത്രമാകാൻ വേണ്ടിയിട്ടല്ല. കൃത്യത, അതെ, അതിന്റെ 9ാം സെന്റൻസില് ദൈവകോപത്തിന്, 1 Thessalonians 5:9, ദൈവകോപത്തിന് പാത്രമായി തീരാൻ അല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി രക്ഷ പ്രാപിക്കാനാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ചിന്തിച്ചത് ഈ ഫിലിപ്പിയ ലേഖനം 2:14 പറഞ്ഞേക്കുന്നത് ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കാതിരിക്കാൻ വേണ്ടിയല്ല നമ്മളിത് പഠിക്കുന്നത്. ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ച് ക്രിസ്തു യേശുവിന്റെ ദിനത്തിൽ ഇപ്പൊ നമ്മളെ ഇപ്പൊ നോക്കി പൗലോസ് ഫിലിപ്പിയരോട് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ആർക്കും ഇല്ല. ഇൻ ദി സെൻസ്, അതായത് ഫിലിപ്പിയര് 100% പൗലോസിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രയത്ന ഫല. നമ്മുടെ എന്താ പറയുക, നമ്മളാരും അങ്ങനെ ഒരാളുടെ പ്രവർത്തന ഫലമായിട്ട് രക്ഷിക്കപ്പെട്ടേക്കുന്നവരല്ല. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അറ്റ് ദി സെയിം ടൈം വചനത്തോടുള്ള കടപ്പാട് സംബന്ധമായിട്ട് നമുക്ക് എല്ലാവരും ഈക്വലി വി ആർ ഓൾ റെസ്പോൺസിബിൾ ടു ദി ലോർഡ്. കർത്താവിനോട് ഫുള്ളി റെസ്പോൺസിബിൾ. രക്ഷിച്ചവൻ കർത്താവാണ് നമ്മളെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജീവന്റെ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ക്രിസ്തുയേശുവിന്റെ ദിനത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കണം. അറ്റ് ദി സെയിം ടൈം സാങ്ക്ടിഫിക്കേഷൻ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നമ്മുടെ കൂടുതൽ ഇപ്പൊ ഇരിക്കുന്ന നമ്മളെല്ലാം കണ്ടുമുട്ടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ അന്ന് അറിയും ഇതിൽ ഏറ്റവും കൂടുതൽ സാങ്ക്ടിഫൈഡ് ആയത് ആരാണ്. മുമ്പന്മാർ പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരാകും. പക്ഷെ നമ്മൾ അതിനകത്ത് അതുകൊണ്ട് രക്ഷയെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റിഫിക്കേഷനെ മുറുകെ പിടിച്ചിട്ട് നമ്മുടെ ആഗ്രഹം അനുസരിച്ച്, നമ്മുടെ ദാഹം അനുസരിച്ച് സാങ്ക്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് അതങ്ങനെ തന്നെ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടേ പറ്റൂ. അതായത് കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് അപ്പസ്തോലനായ പൗലോസും രക്ഷിക്കപ്പെട്ടു, നമ്മളും രക്ഷിക്കപ്പെട്ടു, രണ്ടുപേർക്കും ഒരേ ഗതിയാണെങ്കിൽ ദൈവത്തിന്റെ നീതി അതിൽ പെടുമോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് അപ്പസ്തോലന്മാരുടെ കാൽച്ചുവടുകളെ പിൻപറ്റി ഈ ലോകത്തെ വെറുത്ത് എപ്പോഴും ആ ഒരു മാറ്റി നിർത്തിയ ആടിന്റെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുള്ളത് നല്ല സോൺലി ഫോർ വൺ പർപ്പസ്. അതിന് മാറ്റി കിട്ടിയേക്കുക. നമ്മൾ വി ആർ ഓൾ സെറ്റ് അപ്പാർട്ട് ഫ്രം ദി വേൾഡ്. നമ്മുടെ കൂടെയുള്ള കർത്താവിനെ അറിയാത്ത ബന്ധക്കാരെ പോലെ, സ്വന്തക്കാരെ പോലെ, നമ്മുടെ കൂട്ടുകാരെ പോലെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എന്നൊക്കെ നമ്മൾ ഡിഫറെന്റാ. അതിന് നമുക്കൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി നിർത്തിയേക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ലക്ഷ്യമുള്ളൂ, അതായത് കർത്താവിനെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുക. അപ്പൊ ഇതില് ഈ മീൻസ് സെയിം ആണെന്നുള്ള കാര്യം വീണ്ടും ഓർക്കുക. ഏതാ മീൻസ്? എന്താ? ദൈവത്തിന്റെ വചനം. ജസ്റ്റിഫൈഡ് ആയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ്, ഇനി സാങ്ക്ടിഫൈഡ് ആയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ്. ഒരു ദിവസം ഈ സാങ്ക്ടിഫിക്കേഷൻ മരണം വരെ തുടർന്നുകൊണ്ടിരിക്കുക, ഒരു ദിവസം ക്ലോസ് ആവും. അപ്പൊ ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മാൻ ടു ഡൈ ആൻഡ് ദെൻ ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു അതിനെല്ലാം അനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും. അതിനനുസരിച്ചുള്ള പ്രതിഫലം വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതില് ഹീബ്രൂസ് 12:14 ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക. ഇത്ര എഴുതിയേക്കുന്നത്, വിത്തൗട്ട് ഹോളിനെസ് അല്ല, വിത്തൗട്ട് സാങ്ക്ടിഫിക്കേഷൻ nobody will see God. അതിന് മുമ്പ് എഴുതിയേക്കുന്നത് 14 സ്റ്റാർട്ടിങ്. അതെ. അപ്പൊ നമ്മുടെ അറിയേണ്ട ഒരു കാര്യം, ഈ സാൽവേഷന്റെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് പീസാണ്. ദൈവമായിട്ട് പീസ്, മനുഷ്യരുമായിട്ട് പീസ്, ഇല്ലേ? ബൈ ദി ഷെഡ് ബ്ലഡ് ഓഫ് ദി ലോർഡ്, റോമൻസ് 5:1. ദൈവമായിട്ട് നമുക്കിന്ന് സമാധാനം. ഇംഗ്ലീഷിൽ വായിച്ചാണ്, നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കും. റോമൻസ് 5:1 വായിക്കുമ്പോൾ, Therefore, having been justified by faith, we have peace with God through our Lord Jesus Christ. ചില ട്രാൻസ്ലേറ്റ് ത്രൂ ദി ബ്ലഡ് ഓഫ് ദി ലോർഡ് എന്നുണ്ട്. അപ്പൊ നമുക്ക് ദൈവവുമായിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി സാങ്ക്ടിഫൈഡ് ആണ്, അല്ലെങ്കിൽ മാറ്റി നിർത്തിയേക്കുന്നതാണ്. ദൈവമായിട്ട് സമാധാനമുണ്ട്. ദൈവമായിട്ട് സമാധാനം ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രൂട്ടായിട്ട് എന്തുണ്ടാവും? മനുഷ്യരുമായിട്ട് സമാധാനം. റിസറക്റ്റഡ് ലോർഡിന്റെ, ഞാൻ ജസ്റ്റ് നമ്മുടെ സമയമായി, റിസറക്റ്റഡ് ലോർഡ്, അതായത് ഉത്ഥിതനായിട്ടുള്ള കർത്താവ്
അപ്പസ്തോലന്മാരുടെ മധ്യേ വന്നപ്പോ ആദ്യം പറഞ്ഞു എന്തായിരുന്നു? ഉണ്ടാകട്ടെ എന്നല്ല. അതൊന്നും അറിയേണ്ട കാര്യം. ജോൺ ചാപ്റ്റർ 20 അപ്പൊ നമ്മുടെ ജീവിതത്തില് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ വ്യത്യാസം നമുക്കുണ്ടാകുന്നത് സമാധാനം. എപ്പോഴും യഹോവ ഷാലോം. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ, സമാധാനമുള്ള മനുഷ്യന് എല്ലായിടത്തും പ്രത്യാശയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നുള്ളൂ. ജോൺ 20:19 തുടങ്ങി വായിക്കുമ്പോൾ, ആഴ്ചയിലെ 1-ാം ദിവസമായ അന്ന് വൈകുന്നേരം, ഇത് ഏത് ദിവസമാണ്? കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം. ആഴ്ചയിലെ 1-ാം ദിവസമായ അന്ന് വൈകുന്നേരം യഹൂദരെ കുറിച്ചുള്ള ഭയം നിമിത്തം വാതിലടച്ചിരുന്നിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ വന്നു നിന്ന് യേശു പറഞ്ഞു, നിങ്ങൾക്ക്, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് വേർഡ് ഓഫ് ദി റിസറക്റ്റഡ് ലോർഡ്. നമ്മൾ മറക്കരുത്, റിസറക്റ്റഡ് ലോർഡിലുള്ള വിശ്വാസമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടേക്കുന്നത്, അല്ലേ? പൗലോസ് പറയുന്നുണ്ട്, 1 Corinthians 15 പറയുന്നുണ്ട്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപത്തിൽ തന്നെയാണ്. അപ്പൊ ഈ റിസറക്ഷനെ നമ്മൾ രക്ഷിച്ചേക്കുന്നത്. കാരണം കർത്താവിന്റെ ബലിയെ ദൈവം അംഗീകരിച്ചതിന്റെ പ്രൂഫാണ് റിസറക്ഷൻ. കർത്താവ് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ ഇത് പറഞ്ഞിട്ട് തന്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ വീണ്ടും പറഞ്ഞു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നോക്ക്, ഈ യഹൂദരുടെ മീറ്റിംഗ് സൺഡേ അല്ലെ സാറ്റർഡേ ആയിരുന്നു. അവരുടെ, നമ്മുടെ ചർച്ച കൂടുന്ന പോലെ തന്നെ അവരുടെ സാറ്റർഡേ ആയിരുന്നു. ക്രിസ്ത്യാനികളുടെ ഞായറാഴ്ചയായിരുന്നു ട്രഡീഷണലി. അതുകൊണ്ട് ദിവസത്തിന് പ്രാധാന്യം എന്നുള്ളത് ഇപ്പൊ ഗൾഫിലുള്ള ഒരു വെള്ളിയാഴ്ച അതല്ല, ബട്ട് അറ്റ് ദി സെയിം ടൈം ട്രഡീഷണലി ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അപ്പം ആഴ്ചയിലെ 1-ാം ദിവസമായ അന്ന് യഹൂദരെ കുറിച്ചുള്ള ഭയം നിമിത്തം, പിന്നെ നമ്മൾ കാണുന്ന അന്ന് തോമസിൽ കൂടെ ഇല്ലായിരുന്നു. 24-ാം സെന്റൻസിൽ 12 പേരിൽ ഒരാളായ തോമസ് കൂടെ ഇല്ലായിരുന്നു, അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ, എന്നിട്ട് പിന്നെ അടിയിലോട്ട് വായിച്ചു വരുമ്പോൾ 8 ദിവസത്തിന് ശേഷം വീണ്ടും ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്കാണ്, 8-ാം ദിവസം ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്കിൽ വീണ്ടും അത് കണ്ടു. പിന്നീട് ഡേ ഓഫ് പെന്തിക്കോസ്റ്റ് ഏത് ദിവസം? അല്ലെന്ന് ഏത് ദിവസമാണെന്ന് ചോദിച്ചു. 7 ദിവസത്തിൽ ഏതാം ദിവസം ചോദിച്ചു. ഡേ ഓഫ് പെന്തിക്കോസ്റ്റ് ഏതാം ദിവസം അറിയില്ലേ? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച യഹോസാക്ഷികൾ മീറ്റ് ചെയ്യുന്ന ദിവസം ഞായറാഴ്ച, ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക്. കാരണം 7 ശാബത്ത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ. ശാബത്ത് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ 50-ാം ദിവസം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക്. അപ്പം ട്രഡീഷണലി ഈ ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക് ഈ തോമസ് ഇല്ലാതിരുന്നു. അതിനുശേഷം കഥകൾ അടച്ച് 26-ാം സെന്റൻസ്, 8 ദിവസത്തിന് ശേഷം അവന്റെ ശിഷ്യന്മാർ വീണ്ടും ആ വീട്ടിൽ സമ്മേളിച്ചപ്പോൾ തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നുവെങ്കിലും യേശു വന്ന് അവരുടെ ഇടയിൽ നിന്നു അവൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് സമ്പൂർണ്ണ സമാധാനത്തിൽ ജീവിച്ചേ പറ്റൂ. കർത്താവിനെ റിസറക്റ്റഡ് ലോർഡിനെ കണ്ടിട്ട് സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ കാണേണ്ട പോലെ കണ്ടില്ല എന്ന് പറയാൻ പറ്റൂ. കാരണം കർത്താവ് പറഞ്ഞു, സ്ത്രീ നീ എന്തിനു കരയുന്നു? മഗ്ദലന മറിയത്തോട് പറഞ്ഞു, നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു. നീ കരയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കണ്ണീരിനെ എടുക്കുന്ന ഒരു ദൈവം, നമ്മളെ ടോട്ടലി ഫുൾ കവർ ദൈവത്തിൻ്റെതുണ്ട്. അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുന്നിട്ട് എല്ലാ കാര്യവും നമ്മുടെ തന്നെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കാത്ത കാര്യം നമുക്ക് മുമ്പേ കർത്താവ് പോയി ഒരുക്കിയേക്കുന്ന സോ മെനി എക്സാമ്പിൾസ്. ഈ ഐസ 26 എടുക്കുമ്പോൾ അതിന്റെ 2-ല് പെട്ടെന്ന് 26 ഐസ 26 പടിവാതിലുകൾ തുറക്കും. ആണോ? വായിച്ചു. പടിവാതിലുകൾ തുറക്കും, വിശ്വസ്തതാപൂർവ്വം പെരുമാറുന്ന നീതിയുള്ള. അല്ല, അതിന്റെ 3 തുടങ്ങിയെന്ന് നിന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവൻ നിന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നീ അയാളെ സമ്പൂർണ്ണ സമാധാനത്തിൽ നിലനിർത്തുന്നു. അതെ, നിന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവൻ നിന്നിൽ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മനസ്സുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം ഇല്ലാതെ വരുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. വാട്ട് എവർ മേ ബി യുവർ സിറ്റുവേഷൻ. നമ്മളിപ്പോ ഏത് സിറ്റുവേഷനിലും ആയിക്കോട്ടെ, ഇതിന്റെ മേൽ നിയന്ത്രണമുള്ള ഒരു കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവൻ നിന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, അത് നമ്മുടെ സൈഡാ. നമ്മളിങ്ങനെ കർത്താവ് മനസ്സ് നല്ലോണം ഉറപ്പിച്ചേക്കുവാണെങ്കിൽ നീ അയാളെ സമ്പൂർണ്ണ സമാധാനത്തിൽ നിലനിർത്തുന്നു. അപ്പൊ നമ്മൾ റിസറക്റ്റഡ് ലോർഡിനെ കണ്ട് നമ്മൾ സമ്പൂർണ്ണ സമാധാനത്തിൽ നിലനിൽക്കണം. ആൻഡ് ജസ്റ്റിഫിക്കേഷൻ നമ്മൾ പ്രാപിച്ചു. സാങ്ക്ടിഫിക്കേഷൻ ഇസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. മരണം വരെ നമ്മൾ സാങ്ക്ടിഫൈഡ് ആയിക്കൊണ്ടിരിക്കണം.
ലാസ്റ്റ് ബ്രീത്ത് കഴിയുമ്പോൾ നേരെ ജഡ്ജ്മെന്റിൽ കയറി നിൽക്കാനുള്ള വില്ലിങ്നെസ്സും വേണം.